Alhamdulillah. Alhamdulillah Rabbil Alameen. Hamdan kathiran tayyiban mubarakan fih. Kama yuhibbu Rabbuna Jalla wa Ala. Allahumma salli wa sallim wa barik wa an'im ala nabiyyina wa habibina wa sayyidina Muhammad wa ala alihi at-tayyibin at-tahirin wa ala azwajihi at-tahirati ummahatil mu'minin wa ala ashabihi al-akramin wa ala man tabi'ahum bi ihsanin ila yawmiddin. Amma ba'd. ആദരണീയരായിട്ടുള്ള ഇസ്ലാഹി സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധനായ അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൻ്റെ മാർഗത്തിൽ പഠിക്കുവാനും അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുവാനും അങ്ങനെ ഖുർആനിൻ്റെ അനുയായികളായിട്ട് മുന്നോട്ട് പോകുവാനും നാം ഏവരെയും അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളെയും ഒക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ സന്തോഷമുണ്ട്. ഖുർആൻ ലേണിംഗ് ക്ലാസ്, ഖുർആൻ ലേണിംഗ് സ്കൂൾ അത് ഇവിടെ നടന്നിരുന്നുവെന്നും ഇനി വിശുദ്ധ റമദാനിന് ശേഷം വീണ്ടും അത് പുനരാരംഭിക്കുകയാണ് എന്നുമൊക്കെയുള്ള അറിവാണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. അതിൽ എൻ്റെ സന്തോഷം രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒട്ടേറെ കാര്യങ്ങൾക്ക് സമയം ചെലവഴിക്കുന്ന ആളുകളാണ് നമ്മൾ. ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനുമൊക്കെ ധാരാളം സമയം ചെലവഴിക്കുന്ന ആളുകളായിരിക്കും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മഹത്വമായിട്ടുള്ള, ഏറ്റവും ശുഭകരമായിട്ടുള്ള ഒരു കാര്യമാണ് പരിശുദ്ധ ഖുർആനിൻ്റെ മുമ്പിൽ അതിനെക്കുറിച്ച് പഠിക്കുവാനും അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കുവാനും അത് മനഃപ്പാഠമാക്കുവാനും അതിൻ്റെ സന്ദേശങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കേണ്ട പരിവർത്തനങ്ങളെക്കുറിച്ച് ബോധോദയമുണ്ടാക്കുവാനുമൊക്കെ നമ്മൾ സമയം ചെലവഴിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മഹത്തരമായിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം, പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അതിൻ്റെ വിലയും നിലയും മഹത്വവും ശ്രേഷ്ഠതയും സത്യത്തിൽ മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കിയിട്ടില്ല. അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ തൗറാത്ത് നൽകപ്പെട്ട മൂസാ നബിയുടെ ജനതയുണ്ടല്ലോ, അതുപോലെ ആകരുത് എന്ന് പ്രത്യേകം പറയുകയുണ്ടായി. സൂറത്തുൽ ജുമുഅയിൽ കാണാം, മസലുല്ലദീന ഹുമ്മിലു തൗറാത സുമ്മ ലം യഹ്മിലുഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറാ. ഗ്രന്ഥക്കെട്ടുകൾ പേറുന്ന കഴുതകളെ പോലെ നിങ്ങളാകരുത് എന്നാണ് ആയത്ത് പഠിപ്പിക്കുന്നത്. ഗ്രന്ഥങ്ങളുടെ ഭാണ്ഡങ്ങൾ, ഒരുപാട് ഗ്രന്ഥങ്ങൾ ചുമക്കുന്ന ഒരു കഴുത, ആ കഴുത അതിങ്ങനെ വഹിച്ച് ഭാരം സഹിച്ചു പോകുക എന്നുള്ളതല്ലാതെ അത് മറിച്ചു നോക്കുകയോ എന്താണ് അതിനകത്ത് പറയുന്നതെന്നോ അതിൻ്റെ പാഠമെന്ത്, അതിൻ്റെ സന്ദേശമെന്ത് എന്ന് ചിന്തിക്കുകയോ ചെയ്യാനുള്ള ശേഷി കഴുതക്കില്ല, അത് ചെയ്യുന്നില്ല. അതുപോലെ മുസ്ലിം സമുദായം മുഹമ്മദ് നബിയുടെ ഉമ്മത്ത് ആകാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് ആ വചനം പഠിപ്പിക്കുന്നത്. പക്ഷേ എത്രയോ ആളുകൾ പരിശുദ്ധ ഖുർആൻ അത് പഠിക്കണമെന്നവർക്ക് അറിഞ്ഞുകൂടാ. അവരെ നയിക്കുന്ന ആളുകൾ, പണ്ഡിതന്മാർ അത് പഠിക്കണമെന്നോ അതിൻ്റെ ആവശ്യകതയൊന്നും തന്നെ പറയുന്നില്ല എന്നുള്ളതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മഹത്വവുമായി ബന്ധപ്പെട്ട് എത്രയെത്ര ആയത്തുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അല്ലാഹു തആല അതിശക്തമായ ഭാഷയിൽ പറയുകയുണ്ടായി. ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരായത്താണല്ലോ സൂറത്തുൽ ഹശ്റിലെ വചനം, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു
ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ് വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസ് ലഅല്ലഹും യതഫക്കറൂൻ. ആ ആയത്ത് പഠിപ്പിക്കുന്നത് എന്താ? ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ, ഈ പവിത്രമായ പരിശുദ്ധ ഖുർആൻ ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് ഇറക്കപ്പെട്ടിരുന്നെങ്കിൽ അത് ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ്, അല്ലാഹുവിനോടുള്ള ഭയം നിമിത്തം ആ പർവ്വതം പൊട്ടിപ്പിളർന്ന് തകർന്ന് തരിപ്പണമാകുമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുക. അല്ലാഹുവിനോടുള്ള ഭയം. പക്ഷേ മുസ്ലിം സമുദായം ഈ ഖുർആനിൻ്റെ മഹത്വം മനസ്സിലാക്കിയിട്ടില്ല. ഖുർആൻ അതെന്താണ് ഈ ലോകത്തോട് വിളിച്ചു പറയുന്നത് എന്ന് ആളുകൾ അധികവും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് സുമറിലെ 23-ാമത്തെ ആയത്ത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബാ, അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ്, ഏറ്റവും മഹത്തരമായിട്ടുള്ള ഉത്തമമായിട്ടുള്ള വൃത്താന്തം വർത്തമാനം അവതരിപ്പിച്ചവനാണ് അല്ലാഹു. കിതാബൻ മുതശാബിഹൻ മസാനിയ, പരസ്പരം സാദൃശ്യകരമായിട്ടുള്ള ആവർത്തിക്കപ്പെടുന്ന ആ ഗ്രന്ഥം. തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും, അതാണ് അടിവരയിടേണ്ടത്. അതായത് തങ്ങളുടെ റബ്ബിനെ ഭയപ്പെടുന്ന ജനത ആ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടുമ്പോൾ അവരുടെ ആ തൊലികളൊക്കെ ഉണ്ടല്ലോ, മനുഷ്യൻ്റെ തൊലികൾ, അവന് രോമാഞ്ചം കൊള്ളുന്ന, അതാണ് തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന. ആർക്ക്? അല്ലദീന യഖ്ശൗന റബ്ബഹും, റബ്ബിനെ ഭയപ്പെടുന്ന ജനത. അപ്പോൾ ആ രൂപത്തിലുള്ള ജനത വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടുമ്പോൾ അത്രമാത്രം അവരുടെ മനസ്സിനെ സ്പർശിക്കും. സഹോദരങ്ങളെ, നമ്മുടെ മുൻഗാമികളായിട്ടുള്ള ആളുകൾ അവരൊക്കെ ഖുർആനുമായി ബന്ധപ്പെടുമ്പോൾ അവരുടെ മനസ്സിലുള്ള വികാരങ്ങളും വിചാരങ്ങളുമൊക്കെ, അവരുടെ ഈമാനിൻ്റെ കട്ടി, അവരുടെ ഈമാനിൻ്റെ വർധനവ്, അതിനെക്കുറിച്ച് ചിന്തിക്കണം. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാന കാലഘട്ടത്തിൽ മദീന പള്ളിയിൽ വന്ന് ഇമാം നിൽക്കാൻ കഴിയാത്ത അത്രമാത്രം രോഗവിവശനായി നിൽക്കുന്ന ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ അബൂബക്കർ സിദ്ദീഖിനോട് ഇമാം നിൽക്കാൻ വേണ്ടി ആവശ്യപ്പെടുക, കൽപ്പിക്കുക. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയണ്ടായി, എന്താ പറഞ്ഞത്? എൻ്റെ പിതാവ് ലോലഹൃദയനാണ്, എൻ്റെ പിതാവ് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ ആശയങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സ്പർശിച്ചുകൊണ്ട് അദ്ദേഹം കരയും എന്നുള്ളതാണ്. നമുക്കത് സഹീഹുൽ ബുഖാരിയിലെ 712 നമ്പറായിട്ട് കാണാം. അതിൽ പറയാണ്, ലമ്മാ മരിദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറളഹുല്ലദീ മാത ഫീഹി, അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണം വരിക്കാനിടയായിട്ടുള്ള ആ രോഗമുണ്ടല്ലോ, ആ രോഗമുണ്ടായ സന്ദർഭത്തിൽ അതാഹു ബിലാലുൻ യുഅദ്ദിനുഹു ബിസ്വലാ, നമസ്കാരത്തിന് ബാങ്കും ഇഖാമത്തിനൊക്കെ ആയിട്ട് ബിലാൽ വരികയാണ്. ഫഖാല, റസൂലുള്ളാഹി പറഞ്ഞു, മുറു അബൂബക്കറിൻ ഫൽയുസല്ലി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഇമാം നിൽക്കാൻ വേണ്ടി നിങ്ങൾ കൽപ്പിക്കുക. ഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഇന്ന അബൂബക്കറിൻ റജുലുൻ അസീഫുൻ ഇയകും മഖാമക യബ്കി ഫലാ യഖ്ദിറു അലൽ ഖിറാഅ. അതായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ മനസ്സ് ലോലമാണ്, ദുഃഖങ്ങൾ പെട്ടെന്ന് വരും, അങ്ങനെയുള്ളൊരു വ്യക്തിയാണ്. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥങ്ങളൊക്കെ ആലോചിച്ച് ഹൃദയസ്പർശിയായിക്കൊണ്ടായിരിക്കും അദ്ദേഹം പാരായണം ചെയ്യുക. അപ്പോൾ പ്രവാചകരെ, അങ്ങയുടെ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം ഇമാമ നിൽക്കുമ്പോൾ യബ്കിയ കരയും, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് കരയും. അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു സവിശേഷതയാണ്. എന്നിട്ട് പറയാൻ, ഫലാ യഖ്ദിറു അലൽ ഖിറാഅ, അങ്ങനെ ഇമാമ നിന്ന് പാരായണം ചെയ്യുവാൻ അദ്ദേഹത്തിന് സാധിക്കുകയില്ല എന്ന് മകളായിട്ടുള്ള
പ്രവാചക പത്നിയായിട്ടുള്ള അബൂബക്കർ സിദ്ദീഖിൻ്റെ പുത്രിയായിട്ടുള്ള ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്. അപ്പോൾ നമ്മുടെ മുൻഗാമികൾ അങ്ങനെയാണ്. അവരൊക്കെ ഖുർആനുമായി ബന്ധപ്പെടുമ്പോൾ അവരുടെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഖുർആൻ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ എത്ര തവണയാണ് ചില ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം പ്രവാചകൻ കരയുമായിരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ സൂറ ആലി ഇംറാനിലെ ആയത്തുകളുണ്ടല്ലോ, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള് എന്നുള്ള ആയത്ത്. ആ സൂറ ആലി ഇംറാനിൻ്റെ അവസാന ഭാഗം ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൽ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ആ ആയത്തുകൾ അങ്ങനെ പ്രവാചകന് പാരായണം ചെയ്തിട്ട് പ്രവാചകന് കരഞ്ഞുപോയി എന്നുള്ളതാണ് ഇമാം ഇബ്നു ഹിബ്ബാൻ തൻ്റെ സഹീഹ് ഉദ്ധരിക്കുകയാണ്. ആ ആയത്തുകളൊക്കെ ഇങ്ങനെ ഓതുകയാണ്. റബ്ബനാ ഇന്നനാ സമിഅനാ മുനാദിയൻ യുനാദി ലിൽ ഈമാൻ അൻ ആമിനൂ ബിറബ്ബികും ഫആമന്നാ റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ. എത്ര മഹത്വമുള്ള അല്ലെങ്കിൽ അർത്ഥസമ്പന്നമായിട്ടുള്ള വചനങ്ങളാണത്. റബ്ബനാ ഇന്നനാ സമിഅനാ മുനാദിയൻ യുനാദി, ഞങ്ങളുടെ നാഥാ നിന്നിലേക്ക് വിളിച്ചു പറയുന്ന ഒരുത്തനെ ഞങ്ങൾ കേട്ടു. എന്താണ് അദ്ദേഹം വിളിച്ചു പറയുന്നത്? മുനാദിയൻ അൻ ആമിനൂ ബിറബ്ബികും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിൽ വിശ്വസിക്കണം. ഫആമന്നാ, അപ്പോൾ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾ ഈമാൻ സ്വീകരിച്ചിരിക്കുന്നു. റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ, ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരേണമേ. വകഫിർ അന്നാ സയ്യിആതിനാ, ഞങ്ങളുടെ തിന്മകൾ മായ്ച്ച് മാപ്പാക്കി തരേണമേ. വതവഫനാ മഅൽ അബ്റാർ, നന്മ ചെയ്യുന്ന പുണ്യം ചെയ്യുന്ന ആളുകളോടൊപ്പം ഞങ്ങളെ മരിപ്പിക്കണമേ. ആ വചനങ്ങളൊക്കെ ഓതിയിട്ട് അള്ളാഹിൻ്റെ റസൂൽ കരഞ്ഞ സംഭവം ഇമാം ഇബ്നു ഹിബ്ബാൻ ഉദ്ധരിക്കുകയാണ്. കരയാന്ന് പറഞ്ഞാൽ ചില ആളുകൾ പിന്നെ ഇങ്ങനെ കരയാറുണ്ട്. പക്ഷേ ഇവിടെ ഹദീസിൽ വന്നിട്ടുള്ള എന്താ പറയുക, സുമ്മ ഖാമ യുസല്ലി, എന്നിട്ട് പ്രവാചകൻ എഴുന്നേറ്റു നമസ്കരിച്ചു. ഫബകാ ബുകാഅൻ ശദീദാ, ശക്തമായിട്ടുള്ള ഒരു കരച്ചിലാണ് പ്രവാചകൻ കരഞ്ഞത്. ഹത്താ ബല്ല ഹിജ്റുഹു വലിഹ്യതുഹു, പ്രവാചകന്റെ താടി രോമങ്ങൾ നനഞ്ഞു. അങ്ങനെ ആ നനവ് മടിയിലേക്ക് വീണു എന്നുള്ളതാണ്. അത്രമാത്രം പ്രവാചകന്റെ മനസ്സിനേക്ക് പരിശുദ്ധ ഖുർആൻ സ്പർശിച്ചിരുന്നു എന്നാണ്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയൊക്കെ അങ്ങനെയുള്ള പിന്നെ അനുഭവങ്ങൾ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, അതാണ് വിശുദ്ധ ഖുർആനിൻ്റെ ഒരു മാസ്മരികമായിട്ടുള്ള ഒരു വിസ്മയജനകമായിട്ടുള്ള ഒരു പിന്നെ കാര്യമാണത്. അത് നമ്മൾ അതിൻ്റെ ആശയങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ഏകാഗ്രമായിരുന്നത് പാരായണം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു കൂട്ട് ജമാഅത്തായിട്ട് നമസ്കരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ എവിടെയാണെങ്കിലും നമ്മുടെ ശ്രദ്ധ ആ ആയത്തിലേക്ക് നമ്മൾ പൂർണ്ണമായിട്ട് കേന്ദ്രീകരിക്കുകയാണ് എങ്കിൽ നമുക്ക് അത് നമ്മുടെ മനസ്സിനെ വല്ലാതെ ഇങ്ങനെ തലോടും. പരിശുദ്ധ ഖുർആനിൽ കാണാം, ഇദാ തുത്ല അലൈഹിം ആയാതുർ റഹ്മാനി ഖറൂ സുജ്ജദൻ വബുകിയാ, പരമകാരുണികനായ റബ്ബിൻ്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ ഖറൂ, അവര് വീഴും. എങ്ങനെയാ വീഴുക? സുജ്ജദൻ, സാഷ്ടാംഗം നമിച്ചുകൊണ്ട്, സുജൂദിലായിക്കൊണ്ട് വീഴുന്ന, ബുഖിയ, കരഞ്ഞുകൊണ്ട്. നമ്മളൊക്കെ ഖുർആൻ ഓതിയിട്ട് എത്ര തവണ കരഞ്ഞിട്ടുണ്ട്, എത്ര നമ്മുടെ മനസ്സിനത് സ്പർശിച്ചിട്ടുണ്ട്. പരലോകം ഇങ്ങനെ മുന്നിൽ കണ്ടുകൊണ്ട്, ആ ഹിസാബൊക്കെ ഇങ്ങനെ മുന്നിൽ കണ്ടുകൊണ്ട്, സുബ്ഹാനല്ലാഹ്, ആ രംഗം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എല്ലാ മനുഷ്യരും വിവസ്ത്രരായിട്ട് നിൽക്കുകയാണ്.
പാദരക്ഷകളില്ല. സൂര്യൻ മനുഷ്യൻ്റെ മൂർധാവിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. എല്ലാവരും നഫ്സ് നഫ്സി എന്ന് പറയുന്ന ആ രംഗം അന്ന് നമ്മുടെ രഹസ്യങ്ങളും പരസ്യങ്ങളും നമ്മൾ ചെയ്തിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ സംഗതികളും അല്ലാഹു തആല വിചാരണ ചെയ്യുകയാണ്. ആ വിചാരണ അത് വളരെ കണിശമായിരിക്കുമെന്നാണ് ഖുർആനിൽ വിചാരണയെ സംബന്ധിച്ച് പറയുന്നുണ്ടല്ലോ. സൂറത്തുൽ ഇസ്രാ 17-ാം അധ്യായം അതിൽ കാണാം, ഇഖ്റ കിതാബക കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബാ. പരിശുദ്ധ ഖുർആൻ പറയാൻ, ഈ ഗ്രന്ഥം നീ ഒന്ന് വായിച്ചു നോക്ക്, കണക്ക് നോക്കാൻ നീ തന്നെ മതി എന്ന് പറയാൻ. നമ്മുടെ കർമ്മങ്ങളുടെ രേഖ. അതുകൊണ്ടാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ കിടന്ന് പ്രാർത്ഥിച്ചു. എന്താ സുജൂദിൽ കിടന്ന് പ്രാർത്ഥിച്ചത്? അല്ലാഹുമ്മ ഗ്ഫിർലി ദംബി കുല്ലഹു ദിക്കഹു വജില്ല അവ്വലഹു വആഖിറഹു വഅലാനിയതഹു വസിറാ. അല്ലാഹുവേ, എൻ്റെ എല്ലാ പാപങ്ങളും നീ എനിക്ക് പുറത്തു തരേണമേ. ചെറുതും വലുതും, ആദ്യമായി ചെയ്തതും അവസാനമായി ചെയ്തതും, രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും. അതാണ് യഗ്ഫിർലി ദുനൂബി കുല്ല, എല്ലാ പാപങ്ങളും, ദിക്കഹു വജില്ല, സൂക്ഷ്മമായതും അതുപോലെ വലിയ ചെറുതും വലുതൊക്കെ, അവ്വലഹു വആഖിറഹു, ആദ്യം ചെയ്തതും പിന്നീട് ചെയ്തതും, അലാനിയതഹു വസിറാ, രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതുമൊക്കെ. എന്തുകൊണ്ടാണ് അങ്ങനെ മാപ്പാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹിൻ്റെ റസൂല് സുജൂദിൽ കടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്? നാളെ നമ്മുടെ എല്ലാവരുടെയും കർമ്മങ്ങളുടെ രേഖ അത് നമുക്ക് തരും, വിചാരണ ചെയ്യും. ആ സന്ദർഭത്തിൽ ഒരു കുറ്റവാളിയായിട്ട് മാറാതിരിക്കുവാൻ, നമ്മളൊക്കെ മനുഷ്യരാണ്, നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടാകും. ആ തെറ്റുകളെ മാപ്പാക്കാൻ, പുറത്തു കിട്ടാൻ, അള്ളാഹു നമുക്ക് പുറത്തു തരാൻ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കണം, പ്രാർത്ഥിക്കണം, നിരന്തരമായി മാപ്പ് ചോദിക്കണം. അതൊക്കെയാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ഖുർആനിൽ അവസാനമായി ഒന്നിച്ചിറങ്ങിയിട്ടുള്ള അധ്യായം ഏത് എന്ന് ചോദിച്ചാൽ അതിനെന്താ ഉത്തരം? സൂറത്തുൻ നസ്ർ ആണ് എന്നാണ് പറയപ്പെടുന്നത്. ഏതാ സൂറത്തുൻ നസ്ർ? ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ ഇന്നഹു കാന തവ്വാബാ. എന്താ അതിന് പറയുന്നത്? ഫസബ്ബിഹ്, നീ നിന്റെ റബ്ബിനെ പ്രകീർത്തിക്കുക, തസ്ബീഹ് ചെയ്യുക എന്നാണ്. ബിഹംദി റബ്ബിക, നിന്റെ നാഥനെ സ്തുതിച്ചുകൊണ്ട്. അപ്പം തസ്ബീഹ് വേണം. തസ്ബീഹ് എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുക, അള്ളാഹുവിനെ വാഴ്ത്തുക. ഹംദ്, സ്തുതികൾ റബ്ബിന് വേണം. പിന്നെയോ വസ്തഗ്ഫിറുഹു, ഇസ്തിഗ്ഫാർ നടത്തണം, പാപം പൊറുക്കാനായിട്ട് തേടണം. അതാണ് പറയുന്നത്. അപ്പോൾ ഈ ആയത്ത് അവതരിച്ച ശേഷം, അല്ലെങ്കിൽ ഈ സൂറത്ത് അവതരിച്ച ശേഷം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിലും റുകൂഇലുമൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, സുജൂദിലും റുക്കൂലൊക്കെ ഒട്ടനവധി പ്രാർത്ഥനകളുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണെന്ത്? ഈ ആയത്ത് അവതരിച്ച ശേഷം പ്രധാനമായിട്ട് സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ വബിഹംദികല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് പ്രവാചകൻ പ്രാർത്ഥിക്കുമായിരുന്ന ഈ ആയത്തിൻ്റെ താല്പര്യപ്രകാരം ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, അത് സുജൂദിലും റുക്കൂയിലും പ്രാർത്ഥിക്കാം. ഇപ്പം നമ്മൾ റുക്കൂയിൽ മദ്രസയിൽ നിന്നൊക്കെ പഠിക്കുന്നത് എന്താ? സുബ്ഹാന റബ്ബിയൽ അളീം എന്നാണല്ലോ. അത് സുജൂദിൽ പ്രാർത്ഥിക്കാൻ പാടില്ല. സുജൂദിൽ എന്താ? സുബ്ഹാന റബ്ബിയൽ അഅല എന്നാണ്. വ്യത്യാസമുണ്ട്. സുബ്ഹാന റബ്ബിയൽ അളീം, മറ്റേ സുബ്ഹാന റബ്ബിയൽ അഅല. എന്നാൽ ഇതോ സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ വബിഹംദികല്ലാഹുമ്മ ഗ്ഫിർലി, അത് സുജൂദിലുമാകാം റുകൂഇലുമാകാം. അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാ? അത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നസ്ർ എന്ന് പറയുന്ന അധ്യായം, ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ റിയാദുസ് സ്വാലിഹീൻ ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങൾ കാണാം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അവസാന കാലഘട്ടത്തിൽ നന്മകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ അധ്യായം പഠിപ്പിക്കുന്നതാണ്. ഏതൊരാളും
അയാൾ ഓരോ ദിവസം മുന്നോട്ട് പോകും തോറും, മരണത്തിലേക്ക് കൂടുതൽ അടുക്കും തോറും എന്ത് ചെയ്യണം? കൂടുതലായിട്ട് നന്മകൾ വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ്. അങ്ങനെയാ എന്തെല്ലാം കാര്യങ്ങൾ. ഇപ്പോൾ റമളാൻ കഴിഞ്ഞല്ലോ, ഖുർആനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. എല്ലാ റമളാനിലും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഹമ്മദ് നബിയുടെ അടുക്കൽ വരുന്ന, എന്നിട്ടോ ഒരു തവണ ഖുർആന് കംപ്ലീറ്റ് അങ്ങോട്ട് പാരായണം, അത് ഹിഫ്ളുണ്ടോ, അത് ശരിക്കും പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കുന്ന. അങ്ങനെ അവസാനത്തെ നബി വഫാത്താകുന്നത് ആ വർഷം 2 തവണ കംപ്ലീറ്റ് പരിശോധിച്ചു എന്ന് മാത്രമല്ല, ഇഅ്തികാഫ് എല്ലാ വർഷവും 10 ദിവസമായിരിക്കാം. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ വർഷം 20 ദിവസം ഇഅ്തികാഫിരുന്ന. അപ്പോൾ നമ്മൾ മരണത്തോട് അടുക്കും തോറും എന്ത് ചെയ്യണം? സ്ത്രീകൾ ഉൾപ്പെടെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. മരണത്തോട് അടുക്കും തോറും നമ്മൾ നന്മകൾ വർദ്ധിപ്പിക്കണം. പക്ഷെ മരണം എപ്പോഴാണ് നമുക്കറിയോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഓരോ ദിവസവും ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ അവസരം കിട്ടുന്നുവെങ്കിൽ നന്മകൾ വർദ്ധിപ്പിക്കണം എന്നാണ്. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്തെല്ലാം നന്മകളാണ് പ്രിയമുള്ളവരെ! ഇവിടെ നിങ്ങൾ എനിക്ക് പറയാനുള്ളത്, ഖുർആൻ ലേണിംഗ് സ്കൂളിൻ്റെ പുനരാരംഭം എന്ന് പറഞ്ഞല്ലോ. സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും നിങ്ങൾ ആ ക്ലാസ്സിൽ വരണം. ആയത്തുകൾ പഠിക്കണം, അതിൻ്റെ അർത്ഥം പഠിക്കണം, എന്നിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കണം എന്നുള്ളതാണ്. നോക്കൂ, പരമാവധി നന്മകൾ ചെയ്യുക. ഒട്ടനവധി കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഖുർആനുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആനിൽ എത്രയെത്ര വചനങ്ങളാണ് പ്രിയമുള്ളവരെ! 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിൻ്റെ 25-ാമത്തെ അധ്യായം, അതിൻ്റെ 30-ാമത്തെ ആയത്ത് എന്താ പറയുക? വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. അള്ളാന്റെ റസൂല് നാളെ റബ്ബിനോട് പറയും. എന്താ പറയാ? മുസ്ലിം ജനങ്ങൾക്കെതിരെ സാക്ഷി പറയുന്ന എന്താ പറയുന്നത്? വഖാല റസൂലു, അള്ളാന്റെ റസൂല് പറയും, യാ റബ്ബി, എൻ്റെ നാഥാ, ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. തീർച്ചയായും എൻ്റെ ജനത ഈ ഖുർആനിനെ അവഗണിച്ചിരിക്കുന്നു. ഇത് പഠിക്കാതെ, ഇത് മനസ്സിലാക്കാതെ, ഇതിൻ്റെ അർത്ഥം, വീട്ടിലൊക്കെ 4-5 ഖുർആനൊക്കെ ഉണ്ടാകാം, ഖുർആൻ്റെ പരിഭാഷ ഉണ്ടാകാം, വിശദമായിട്ടുള്ള തഫ്സീറുകൾ ഉണ്ടാകാം. ഇനി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതൊക്കെ പഠിക്കണം എന്നുള്ള ചിന്ത, അപ്പോൾ അത് നമുക്കില്ലാതെ പോകുക എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമാണ്. അപ്പോൾ ഖുർആനിനെ കുറിച്ച് പഠിക്കണം, ചിന്തിക്കണം, നമ്മൾ ഈ ക്ലാസ്സുകളിൽ പങ്കെടുക്കണം എന്ന് മാത്രമല്ല, നമ്മളൊരു പ്രതിജ്ഞ ചെയ്യണം. എന്ത് തന്നെയായിരുന്നാലും ശരി, വളരെ വളരെ അനിവാര്യമായ ഘട്ടം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലീവൊക്കെ എടുക്കാം. പക്ഷേ നമ്മളെ നാട്ടിലുണ്ടെങ്കിൽ ഉണ്ടാകാൻ ശ്രമിക്കുക. 1 മണിക്കൂറല്ലേ ക്ലാസ് ഉണ്ടാവുക, അതിന് നമ്മൾ പങ്കെടുക്കുക. എന്നാൽ പ്രിയമുള്ളവരെ, ഇനി അങ്ങനെ ചെയ്തില്ലെങ്കിലോ, നമ്മൾ ഒരു 40-ഓ 50-ഓ ഒക്കെ വർഷം ഇവിടെ ജീവിച്ചു, ഒരു 10 ആയത്തിൻ്റെ, ഒരു ഫാത്തിഹ സൂറത്തിൻ്റെ അർത്ഥം ചോദിച്ചാൽ അത് കൃത്യമായിട്ട് പറയാൻ കഴിയില്ലെങ്കിൽ എന്തിനാണ് ഈ ഭാരം പേറി ഭൂമിക്ക് ഭാരമായിട്ട് നമ്മളിവിടെ നിൽക്കുക? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള ആ അധ്യായം, അതിൽ 2-ാമത്തെ ആയത്ത് എന്താ? അല്ലാഹു സ്വമദ്. എന്താണ് സ്വമദ് എന്ന്, അതിൻ്റെ അർത്ഥം എന്ത് എന്ന് ചോദിച്ചാൽ, ഞാൻ മുജാഹിദാണ്, എൻ്റെ വാപ്പ മുജാഹിദാണ്, ഞങ്ങളെ കുടുംബം മുജാഹിദാണ്, ഞാൻ കല്യാണം കഴിച്ചത് മുജാഹിദായിട്ടുള്ള പെണ്ണിനെയാണ്, എൻ്റെ മക്കൾ മുജാഹിദ് മദ്രസയിലാണ്, അവിടെ നിന്ന് പരിപാടിക്ക് സമ്മാനം കിട്ടിയതാണ് എന്നൊക്കെ അഭിമാനിക്കുക എന്നുള്ളതല്ലാതെ ആ ഒരു സ്വമത്. ഇനി അതല്ലെങ്കിൽ വേറൊരു വാക്ക് കൂട്ടി നിങ്ങൾ നോക്കൂ, തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ്ബ്. ആ സൂറത്ത് അങ്ങനെ ഓതിയാൽ കാണാം, ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. എന്താണ് മസദ്? അതിൻ്റെ അർത്ഥം ഇതൊന്നും നമുക്കറിയില്ല. എല്ലാം അറിയണമെന്നില്ല, പക്ഷെ എന്നാലും ഈ കുറച്ചെങ്കിലുമൊക്കെ അറിയാം. അതുപോലെ അറിഞ്ഞില്ലെങ്കിൽ എന്താ,
അങ്ങനെയൊക്കെയുള്ള ജനതക്കെതിരായിട്ടാണ് അള്ളാന്റെ റസൂല് സാക്ഷി പറയുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ വീട്ടിലെന്ത് ചെയ്യണം? ഖുർആനുമായി ബന്ധപ്പെടുന്ന ഒരു അന്തരീക്ഷം വേണം. എല്ലാവരും ഖുർആനിനെ സ്നേഹിക്കണം. ഇപ്പോൾ പ്രണയത്തിൻ്റെ ഒരു കാലഘട്ടമാണല്ലോ. നമ്മൾ പ്രണയിക്കേണ്ടത് ഒന്ന് ഖുർആനിനെയാണ്, അള്ളാന്റെ കിതാബിനെയാണ്. ആ അള്ളാന്റെ കിതാബിനെ പ്രണയിക്കുക, അതിനുവേണ്ടി സമയം കണ്ടെത്തുക. പരിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തു ഫാത്തിർ, യാസീൻ ഉണ്ടല്ലോ, 36-ാം അധ്യായമാണ് സൂറത്ത് യാസീൻ. അതിൻ്റെ തൊട്ട് മുമ്പുള്ള അധ്യായം സൂറ ഫാത്തിർ, അതിൻ്റെ 29-ാമത്തെ സൂക്തമുണ്ട്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് വഅഖാമുസ്സലാ വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ യർജൂന തിജാറത്തൻ ലൻ തബൂർ. എന്താ പറയുന്നത്? തീർച്ചയായും അള്ളാഹുവിൻ്റെ കിതാബ് പാരായണം ചെയ്യുന്നവർ, പാരായണം ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥവും കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ വെറുതെ എങ്ങനെ ഓതിപ്പോവുകയല്ല. എന്താണത് പറയുന്നത്? ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അള്ള നമ്മോട് സംസാരിക്കാൻ, അള്ളാന്റെ കലാമാണെന്നാണല്ലോ പറയുന്നത്. അള്ള നമ്മോട് സംസാരിക്കാൻ. ഇതാ ഇന്ത്യ മഹാരാജ്യത്തെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിലെ പാലക്കാട് ജില്ലയിലെ ഈ ചളവറ, ഈ ഗ്രാമപഞ്ചായത്തിലെ ഈ ഒരു പ്രദേശത്തുള്ള ഈ ഒരു വീട്ടിലെ എന്നോട് ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സർവശക്തനായ റബ്ബ് സംസാരിക്കുന്നു എന്നുള്ള ഒരു ചിന്ത, ആ ചിന്ത നമുക്ക് വേണ്ടത്. അങ്ങനെ ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ് പാരായണം ചെയ്യുന്നവർ, വഅഖാമുസ്സലാഹ, നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുന്നവർ, വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ, സമ്പത്ത് അല്ലാഹു തആല നൽകിയതാണ്. സമ്പത്ത് നമ്മുടെ പോക്കറ്റിലാണെങ്കിലും നമ്മുടെ അക്കൗണ്ടിലാണെങ്കിലും റബ്ബ് നൽകിയതാ. അത് ചെലവഴിക്കണം. എങ്ങനെ ചെലവഴിക്കണം? രഹസ്യമായിട്ടാണ് ചെലവഴിക്കേണ്ടത്. പരസ്യമായിട്ടും ചെലവഴിക്കാം, അതാണ് സിർറൻ വഅലാനിയ, പരസ്യമായിട്ടും ചെലവഴിക്കാം. പക്ഷേ മനസ്സിനകത്തുള്ള നീയത്ത് മാറാൻ പാടില്ല. അങ്ങനെ പ്രിയമുള്ളവരെ ചെയ്യുന്ന ആളുകൾ യർജൂന തിജാറത്തൻ ലൻ തബൂർ, നഷ്ടം സംഭവിക്കാത്ത ഒരു കച്ചവടമാണ് ആഗ്രഹിക്കുന്നത്. മനസ്സിലായല്ലോ? ഖുർആനുമായി ഒരു ബന്ധം, ഒരു ഹൃദയബന്ധം, വെറും ഒരു ബന്ധമല്ല. അതിങ്ങനെ അടുക്കി തുടച്ച് വെക്കുക, അത് ആളുകൾ കാണുന്ന രൂപത്തിൽ വെക്കുക, അങ്ങനെയാണല്ലോ. ഒരു പുതിയ വീട് എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? പുതിയ വീട് എടുക്കുകയാണെങ്കിൽ പുതിയൊരു മുസാഫൊക്കെ അതിനായിട്ട് ഒരു പക്ഷേ വീട് മാറി താമസത്തിൻ്റെ മുമ്പ് തന്നെ കൊണ്ടുവരും. എന്നിട്ട് ഷെൽഫിലൊക്കെ നേരെ വെക്കും. പക്ഷേ ഇത് തുറന്ന് നോക്കി ഒന്ന് വായിച്ച് പഠിക്കാൻ, അതുപോലെ ഇതുപോലെയുള്ള QLSകളിൽ വരാൻ ആളുകൾ തയ്യാറല്ല എന്നുള്ളതാണ്. പക്ഷേ തയ്യാറുണ്ടെങ്കിലോ യർജൂന തിജാറത്തൻ ലൻ തബൂർ, അവർ നഷ്ടം സംഭവിക്കാത്ത ഒരു കച്ചവടമാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? നമ്മൾ അതിന് സമയം ചെലവഴിക്കുക എന്നാ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം പഠിക്കുക മാത്രമല്ല, അതിൻ്റെ ആശയങ്ങളും വിശദീകരണങ്ങളും മനസ്സിലാക്കുക മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്നല്ലോ ഏതാനും ആളുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇമാം ബുഖാരി റഹിമഹുല്ലാ, അതുപോലെ തന്നെ ഇമാം മുസ്ലിം റഹിമഹുല്ലാ, അവരൊക്കെ നൽകുന്ന ഒരു ഹദീസുണ്ട്. ആ വചനത്തിൽ കാണാം, അള്ളാഹിന്റെ റസൂലിന്റെ സ്വഭാവത്തെക്കുറിച്ച് പറയാൻ ആളുകൾ വന്ന് അന്വേഷിച്ചപ്പോൾ, ഇന്ന ഖുലുഖ നബിയില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാനൽ ഖുർആൻ, അള്ളാഹിന്റെ റസൂലിന്റെ സ്വഭാവം ഖുർആനായിരുന്നു എന്നുള്ളതാണ്. ജീവിതത്തിൽ എല്ലാ ഘട്ടത്തിലും ഖുർആനാണ് സ്വഭാവം. നമ്മൾ സമ്പാദ്യം അത് ഹലാലായിരിക്കണം. നിങ്ങൾ നോക്കൂ, എങ്ങനെയും സമ്പാദിക്കുന്ന അത് വേറൊരു വിഷയമാണ്. അപ്പോൾ ഖുർആൻ എന്ന് പറഞ്ഞാൽ വെറും അർത്ഥം പഠിക്കുക, പിന്നെ അത് മനപ്പാടാക്കുക. അപ്പം അങ്ങനെയാണ് ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഹിഫ്ള് കോളേജുകൾ ധാരാളം ഉണ്ടാക്കുക, എന്നിട്ട് കുറേ ഹാഫിലിയങ്ങളെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അത് നല്ല കാര്യം തന്നെയാണ്. ഹാഫിളാകുക എന്നുള്ളത് നല്ല തന്നെയാണ്, അതിന് സംശയമില്ല. പക്ഷേ എങ്ങനെയാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ കേരളത്തിൽ പടർന്ന് പന്തലിച്ചത്?
മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ പടർന്ന് പന്തലിക്കാൻ ഇടയായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഖുർആൻ ക്ലാസ്സുകളായിരുന്നു. പല കാരണങ്ങളുണ്ട്. അതിലൊന്ന് ഖുർആൻ ക്ലാസ്സുകളായിരുന്നു. പണ്ട് ഒരു 40-50 വർഷമൊക്കെ മുമ്പ് നമ്മുടെ മുൻഗാമികളായിട്ടുള്ള ആളുകൾ 5, 6, 10 ഒക്കെ പേര് ഒരു പ്രദേശത്തൊരു വീട്ടിലോ അല്ലെങ്കിൽ ഓഫീസിലോ ഒക്കെ ഒരുമിച്ച് ചേർന്ന് ഒരു പെട്രോൾ മാക്സ് കത്തിച്ച് അവിടെ ഖുർആൻ ഓതിയിട്ട് അതിൻ്റെ അർത്ഥവും ആശയമൊക്കെ പറഞ്ഞ് അങ്ങനെ ജനങ്ങളുടെ മനസ്സിൽ പരിവർത്തനമുണ്ടാക്കിക്കൊണ്ടാണ്, അങ്ങനെയാണ് ക്ലാസ്സുകൾ ഉണ്ടാകുകയും അങ്ങനെ മുജാഹിദുകൾ ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ അങ്ങനെ ആളുകളുടെ മനസ്സിനകത്ത് പരിവർത്തനം ഉണ്ടായെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ അവരെന്താണ് ജീവിതത്തിൽ അവരുടെ സമ്പാദ്യമാകട്ടെ അവരുടെ വിവാഹമാകട്ടെ എല്ലാം ഒരു ഖുർആനിക ടച്ചുള്ള ജീവിതം. അതാണ് ആ ഒരു അന്തരീക്ഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം, നമ്മുടെ വീടുകളിൽ ഉണ്ടാകണം. ഇന്നത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ. എത്ര ആളുകളാണ് ദുഃഖവും ഖേദവും രേഖപ്പെടുത്തുന്നത്. 15, 16 വയസ്സ് പ്രായമുള്ള അല്ലെങ്കിൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിനൊക്കെ പഠിക്കുന്ന 19, 20 വയസ്സ് പ്രായമുള്ള മുസ്ലിം പെൺകുട്ടികൾ തലയിൽ തട്ടമിടാൻ തയ്യാറല്ല. ആ തട്ടടലൊന്നൊരു പ്രശ്നമല്ല എന്നാണ് അവർ വിചാരിക്കുന്നത്. അങ്ങനെയുള്ള എന്തെല്ലാം വിഷയങ്ങളുണ്ട്. എന്തുകൊണ്ട് ആ പെൺകുട്ടികളുടെ മാതാവും പിതാവും ഒക്കെ ഒരുപക്ഷെ പള്ളിയിലൊക്കെ പോവുകയും കൃത്യമായി ജമാഅത്തിലൊക്കെ പങ്കെടുക്കുകയും ഹജ്ജൊക്കെ ചെയ്ത ഉംറയൊക്കെ ചെയ്തിട്ടുള്ള ആളുകളായിരിക്കാം. പക്ഷേ ഈ പെൺകുട്ടികൾ എന്തുകൊണ്ട് വഴിതെറ്റുന്നു? ചില ആൺകുട്ടികളുടെ മുടി കണ്ടില്ലേ നിങ്ങൾ? 4 ഭാഗവും ചുരണ്ടി മൂർധാവിൽ കുറച്ച് മാത്രം മുടിയൊക്കെ വെക്കുന്ന, ഇതൊക്കെ അല്ലാഹുവിന്റെ റസൂൽ വിരോധിച്ചതല്ലേ? പെൺകുട്ടികളുടെ വേഷവിധാനങ്ങൾ, ഇതൊക്കെ ഇസ്ലാമിന് കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശമുണ്ട് പ്രിയമുള്ളവരെ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതൊക്കെ വഴിതെറ്റിപ്പോകുന്നത്? നമ്മുടെ വീട്ടിൽ നമ്മുടെ സ്വഭാവം ഖുർആനല്ലാന്നാ. അള്ളാന്റെ റസൂലിന്റെ സ്വഭാവം എന്താ? കാന ഖുൽഖുൽ ഖുർആൻ. അവിടുത്തെ സ്വഭാവം ഖുർആനികമായിരുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഖുർആനിക അന്തരീക്ഷം ഉണ്ടാകണം. നമ്മുടെ ഈ ക്ലാസിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ വീട്ടിൽ നമ്മുടെ ജീവിതത്തിൽ ഖുർആനികമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാകണം. നിങ്ങൾ കണ്ടല്ലേ ചില വീടുകളിലൊക്കെ മുറ്റത്തൊക്കെ എന്തുണ്ടാകും? നല്ല മനോഹരമായിട്ടുള്ള പൂക്കൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാകും. അങ്ങനെ ആ മുല്ലയുടെയൊക്കെ മണം കേട്ടുകൊണ്ട് അങ്ങോട്ട് ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ ഏതൊരു മനുഷ്യനും അവൻ്റെ മനസ്സിൽ സന്തോഷം ഉണ്ടാകും. എന്നതുപോലെ പ്രിയമുള്ളവരെ, ഖുർആനികമായ ഒരു സ്വഭാവ വൈശിഷ്ട്യം ഓരോ വീടുകളിലും ഉണ്ടാകുമ്പോൾ എന്തൊരു സമാധാനമായിരിക്കും. ആ കുടുംബത്തിന് വേണ്ടി മലായിക്കത്തുകൾ പ്രാർത്ഥിക്കും. മലായിക്കത്തുകൾ അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് തേടും. അങ്ങനെയുള്ള ഒരു കുടുംബമായി ഒക്കെ നമ്മൾ മാറണം എന്നാണ് പറയാനുള്ളത്. സഹോദരങ്ങളെ, ഈ ഖുർആൻ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഖുർആൻ ക്ലാസ്സുകളിലൂടെയാണ് മുജാഹിദ് പ്രസ്ഥാനം പടർന്നു പന്തലിച്ചത് എന്ന് പറഞ്ഞല്ലോ. തീർച്ചയായിട്ടും അത് മാത്രമല്ല, നമ്മുടെ ഈ പ്രസ്ഥാനത്തിലേക്ക് ആളുകൾ കടന്നു വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഖുർആൻ ക്ലാസ് ആണെങ്കിൽ മറ്റൊരു കാര്യം എന്താ? ഈ ഖുർആൻ ക്ലാസ് തന്നെ എന്താ പറയുക, 5, 6 ആളുകൾ എന്നൊക്കെ പറഞ്ഞല്ലോ, അതിലേക്ക് ഇടയ്ക്കൊരാൾ വരും. അങ്ങനെ അയാളുടെ കുടുംബം അങ്ങനെ വർദ്ധിച്ച് വരികയാണ്. അതുപോലെ തന്നെ ഒന്നായിരുന്നത് സ്ത്രീധനരഹിത വിവാഹം. മുജാഹിദുകളാണ്, അവർ സ്ത്രീധനം വാങ്ങുകയില്ല. ഒരു അള്ളാഹു ഹലാലാക്കാത്തൊരു പണം ഒരാൾക്കൊരു പെൺകുട്ടി ഉണ്ടായി എന്നുള്ളതിൻ്റെ പേരിൽ ആ പെൺകുട്ടിയുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ നിന്ന് ലക്ഷങ്ങൾ ചോദിച്ചു വാങ്ങുക, ആഭരണങ്ങൾ വാങ്ങുക. നമുക്ക് തോന്നും ഇതൊക്കെ സമൂഹത്തിൽ ഇപ്പം ഇല്ലല്ലോ എന്നുള്ളത്. ഇല്ല എന്ന് നമുക്കൊരു പരിധിവരെ പറയാം. പണമൊന്നും അങ്ങനെ കൃത്യമായി ചോദിച്ചു വാങ്ങുന്നില്ല എന്ന് പറയാം. പക്ഷേ ഇപ്പോഴും ആഭരണങ്ങൾ നോക്കുന്നു, അതുപോലെ തന്നെ മറ്റുള്ള സ്വത്ത് വകകൾ നോക്കുന്നു. ഈ പെൺകുട്ടിയുടെ ഭാര്യയുടെ പിതാവ് മരണപ്പെട്ടാൽ സ്വത്ത് ഭാഗം വെക്കുമ്പോൾ എത്ര സ്വത്ത് കിട്ടും അനന്തരാവകാശമായിട്ട് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് കല്യാണം കഴിക്കുന്ന. അങ്ങനെയാണ് പലരും. സുബ്ഹാനല്ലാഹ്. എന്ന് മാത്രമല്ല, നിങ്ങൾ കേട്ടില്ല, ഇപ്പം അടുത്ത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ കേരളത്തിൻ്റെ തെക്കൻ ഭാഗത്ത് ഒരു മുസ്ലിം ഡോക്ടർ, ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യേണ്ടായി.
ആ മുസ്ലിം പെൺകുട്ടി ഡോക്ടറാണ്. എന്താ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം? അവര് ഒരു കൂടെ വർക്ക് ചെയ്യുന്ന, കൂടെ പഠിക്കുന്ന ഒരു ഡോക്ടറുമായിട്ട് സ്നേഹത്തിലായിരുന്നു. എത്രയോ വർഷക്കാലം അങ്ങനെ കല്യാണം കഴിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അവസാനം സ്ത്രീധനം ചോദിച്ചു. അത് 1-2 ലക്ഷം അല്ല, എത്രയും 50 ലക്ഷമോ അങ്ങനെ എന്തൊക്കെ ചോദിക്കുന്നത്. മാത്രമല്ല സ്വർണം ചോദിക്കുന്നു. അങ്ങനെ പിതാവില്ലാത്ത ഡോക്ടർ, വനിത, ആ പെൺകുട്ടി, യുവതി കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്യാനുണ്ടായത്. അപ്പം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും അങ്ങനെയുണ്ട്. അത് ചുരുക്കം പറയുകയാണെങ്കിൽ സ്ത്രീധനം വാങ്ങാത്ത ആളുകളാണ് മുജാഹിദുകൾ എന്നുള്ള നിലക്ക് അത് കണ്ടുകൊണ്ട് മുജാഹിദായിട്ടുള്ള ആളുകളുണ്ട്. വേറെ ചില ആളുകളോ വെള്ളിയാഴ്ച ജുമക്ക് എവിടേക്കെങ്കിലും പോകുമ്പോൾ ജുമാൻ്റെ സമയമായി കഴിഞ്ഞാൽ പള്ളി കാണും, അവിടെ കയറും. അപ്പം അവിടെ ആയത്തുകളൊക്കെ ഓതി അതിൻ്റെ അർത്ഥമൊക്കെ പറയുന്ന ഖുർആനിൻ്റെ താല്പര്യങ്ങളും സന്ദേശങ്ങളും അള്ളാഹു എന്ത് പഠിപ്പിക്കുന്നു എന്നൊക്കെ ആ ഖുതുബയിലൂടെ അങ്ങനെ കേൾക്കുമ്പോൾ അങ്ങനെ ജുമാ ഖുതുബ നിമിത്തം കുറേ ആളുകൾ എന്തായിട്ടുണ്ട്, ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അങ്ങനെ പല കാരണങ്ങളുണ്ട് പ്രിയമുള്ളവരെ. അപ്പോൾ ഖുർആനുമായി ബന്ധപ്പെട്ട് ഖുർആനിൻ്റെ ആളുകളായിട്ട് നമ്മൾ ഇനിയും മുന്നോട്ട് പോകുകയും അതിലേക്ക് മറ്റുള്ള ആളുകളെ വിളിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് പറഞ്ഞല്ലോ, എന്താ ഇസ്ലാഹ് എന്ന് പറഞ്ഞാൽ നന്നാക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഈ സമൂഹത്തിൽ ഒരുപാട് കേടുപാടുകളുണ്ട്, ഒരുപാട്. ഇപ്പം ഈ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണല്ലോ. സോഷ്യൽ മീഡിയയിൽ സുബ്ഹാനല്ലാഹ് ഈ വൈറസ് എന്ന് പറയില്ലേ എന്നതുപോലെ ഇബാദത്തിൻ്റെ രംഗത്ത്, ആരാധനയുടെ രംഗത്ത് ഒരുപാട് വൈറസുകൾ ഇങ്ങനെ പ്രസരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ആളുകൾ, പുരോഹിതന്മാർ. എത്രയാണ് ആളുകളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു നൂറെ ഹബീബ് തങ്ങൾ എന്ന് പറയും, ഞങ്ങളുടെയൊക്കെ വീടിൻ്റെ കുറച്ചപ്പുറത്താണ്. അവിടേക്ക് എത്ര ആളുകളാണ്, എത്ര സഹോദരിമാരാണ് വരുന്നത്. അയാൾക്ക് കോടിക്കണക്കിന് രൂപയാണ് അയാൾ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന EK സമസ്തക്കാർ അദ്ദേഹത്തെ ആദ്യം സപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നെ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു. അയാൾ തങ്ങളെ അല്ല, അയാൾക്ക് പ്രത്യേക കഴിവില്ല, ഫാത്തിഹ സൂറത്ത് ഹർക്കത്ത് തെറ്റിക്കാതെ അദ്ദേഹത്തിന് ഓതാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പോഴും ആളുകൾ ഒരുമിച്ച് കൂടുന്നതിനൊരു കുറവുമില്ല. അദ്ദേഹം തഴച്ച് വളരുകയാണ്. അപ്പോൾ അത്രമാത്രം അന്ധവിശ്വാസങ്ങൾ, സമൂഹ മാധ്യമങ്ങൾ, യൂട്യൂബൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, ഇൻസ്റ്റഗ്രാം ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അന്ധവിശ്വാസം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തേന്, അതുപോലെ കാരക്ക, അതിലൊക്കെ ഊതി അങ്ങനെ വിൽക്കുകയാണ്. നമ്മൾ ആലോചിക്കണം, നമ്മെപ്പോലെ ബുദ്ധിയും രക്തവും മജ്ജയും മാംസവും ചിന്താശേഷിയൊക്കെയുള്ള ആളുകൾ തന്നെയാണ് അതിൽ പോയി കുടുങ്ങുന്നത്. ഇത് മാത്രമല്ല, അറിവിൻ നിലാവ് എന്ന് പറഞ്ഞിട്ട് ഒരു മുസ്ലിയാർ ഒരു പരിപാടി ഉണ്ടാക്കി അദ്ദേഹം ഒരുപാട് ചൂഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇനി അതൊക്കെ പോട്ടെ, അത് നിസ്സാരമാണെന്നുള്ളതല്ല. നമ്മൾ കണ്ണ് തുറന്ന് ഇതിനെതിരെ എന്ത് ചെയ്യണം, നിൽക്കണം, പ്രതിരോധിക്കണം. നമ്മൾ ഈ സമൂഹത്തിൽ എന്ത് ചെയ്യണം, അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും അതിശക്തമായി പ്രവർത്തിക്കണം. സഹോദരങ്ങളെ, മുജാഹിദുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ശിർക്ക് ബിദ്അത്തുകൾക്കെതിരെ സന്ധിയില്ലാതെ പോരാടിയിരുന്ന ആളുകളാണ്. ഇപ്പോൾ ഈ അടുത്ത് ഇവിടെ കരിപ്പൂരിലൊരു സമ്മേളനം നടന്നല്ലോ. അതിന് മറുപടിയായിട്ട് ഇവിടുത്തെ കാന്തപുരം വിഭാഗം ഒരു സമ്മേളനം അവിടെ കൊണ്ടുവന്ന് വെക്കണ്ടായി. അതിൽ സുലൈമാൻ സഖാഫി മാളിയേക്കൽ എന്ന് പറഞ്ഞൊരു മുസ്ലിയാർ, അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത്, മരണപ്പെട്ടു പോയ മഹാത്മാക്കളോട് സഹായം തേടാം. എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കണം. ആരൊക്കെയാണ് ഈ മഹാന്മാർ? ഓച്ചിറ ഉപ്പാപ്പ, അതുപോലെ CM മടവൂര്, അതുപോലെ മമ്പുറം തങ്ങൾ, അതുപോലെ ഇവിടെ നമ്മളെ സമീപത്ത് പറയുകയാണെങ്കിൽ മഞ്ഞക്കുളം ജാറം, നാട്ടുകൽ ഔലിയ, അമ്പംകുന്ന് ഔലിയ, അതുപോലെയുള്ള ഒട്ടേറെ ആളുകളുണ്ടല്ലോ. ഇവരോടൊക്കെ സഹായം തേടാം. അതിന് ന്യായീകരണം എന്താ പറയുക? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ രണ്ടുണ്ട് എന്നുള്ളതാണ്. ഒന്ന് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന, മറ്റേതോ മഹാന്മാരോട്, ഔലിയാക്കളോട്, ശുഹദാക്കളോട്. അത് അർത്ഥനയാണ്, പ്രാർത്ഥനയല്ല എന്നാണ്. അതിന് ന്യായീകരണം പറയുന്നത് അദ്ദേഹം എന്താ പറയുന്നത് അറിയുള്ളൂ? ഇപ്പോൾ തവാഫ് ഉണ്ടല്ലേ, കഅബത്തെ തവാഫ് ചെയ്യുക, പ്രദക്ഷിണം ചെയ്യുക. കഅബ എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിംഗ് ആണ്.
ആ ബിൽഡിങ്ങിന് ഇങ്ങനെ പ്രദർശനം ചെയ്യാണ്, അങ്ങനെ ചുറ്റുകയാണ്. അതെന്താണ്? തൗഹീദാണ്. എന്നാൽ എത്രയോ ആളുകൾ അമ്പലത്തെ ചുറ്റുന്നു, അത് ശിർക്കാണ്. അപ്പൊ ഈ ചുറ്റല് തവാഫ് രണ്ടുണ്ട്, അദ്ദേഹത്തിന് ന്യായീകരണമാണ്. അപ്പൊ പ്രാർത്ഥനയും രണ്ടുണ്ട്. ഈ മഹാന്മാരോട് തേടാന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരുപാട് ന്യായീകരണങ്ങൾ. സുജൂദ്, ഇവിടെ മലായിക്കത്തുകൾ ആദമിന് സുജൂദ് ചെയ്തല്ലോ. ആ സുജൂദ് അള്ളാഹുവിന് മാത്രമാണ് എന്നുള്ളത്. അപ്പം നമ്മൾ അള്ളാഹുവിന് മാത്രം സുജൂദ് ചെയ്യുന്നു, എന്നാൽ മലക്കുകൾ ആദമിന് സുജൂദ് ചെയ്തല്ലോ എന്ന് പറഞ്ഞു, അതും രണ്ട്. അതുപോലെ അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹിൻ്റെ സിഫത്താണ് മൗല. എന്നാൽ ചിലർ ഉസ്താദുമാരെയും ഷെയ്ഖുമാരെയൊക്കെ മൗലാന എന്ന് വിളിക്കുന്നു. അപ്പം അതും രണ്ട്. അതുപോലെ അള്ളാഹിനോട് നമ്മൾ ദുആ ചെയ്യുന്നു, എന്നാൽ മഹാന്മാരോട് അർത്ഥന നടത്തുന്നു എന്ന് പറഞ്ഞാൽ മുസ്ലിയാർ ഈ കരിപ്പൂരിൽ വന്ന് ന്യായീകരിക്കാണ്, മറുപടിയായിട്ട് സമ്മേളനം വെക്കാൻ. നമ്മൾ ആലോചിക്കണം. ഇത് മാത്രമല്ല, പച്ച മലയാളത്തിൽ ഇവരൊരു പുസ്തകം എഴുതി. എന്താ പുസ്തകം എന്ന് പറയുന്നത്? ശിഥിലതന്ത്രങ്ങൾ ശാന്തി മന്ത്രങ്ങൾ എന്നാണ് അതിൻ്റെ പേര്. ആ പുസ്തകം എഴുതിയതാരാ? പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്ന് പറഞ്ഞിട്ടൊരു മുസ്ലിയാരാണ്. കാന്തപുരം വിഭാഗത്തിൻ്റെ നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തോട് അതിലൊരു ചോദ്യം. എന്താ ചോദ്യം? മമ്പുറം തങ്ങളെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ എന്നിങ്ങനെ മരണപ്പെട്ടു പോയ മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കാമോ എന്നാണ്. സഹായം തേടാമോന്നോ ഇസ്തിഗാസ ചെയ്യാമോ എന്നോ അല്ല, മറിച്ച് പ്രാർത്ഥിക്കാമോ എന്നാണ്. പ്രാർത്ഥിക്കാമെങ്കിൽ അതിന് വിശുദ്ധ ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ തെളിവുദ്ധരിക്കാമോ? അപ്പോൾ ഉത്തരം പ്രാർത്ഥിക്കാം, അത് അനുവദനീയമാണ്, അതിന് വിശുദ്ധ ഖുർആനിൽ തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇന്നമാ വലിയുകുമുല്ലാഹു വറസൂലുഹു എന്ന് പറഞ്ഞിട്ടുള്ള ആയത്ത് ഉദ്ധരിക്കുകയാണ്. നമ്മൾ ആലോചിക്കണം. അതായത് പടച്ച റബ്ബിന് പുറമെയുള്ള ശക്തികളോട് പ്രാർത്ഥിക്കാം എന്ന് പച്ച മലയാളത്തിൽ എഴുതി പ്രിന്റ് ചെയ്ത് വിൽപ്പന നടത്തിയിട്ടുള്ള ഒരു സമൂഹമാണ് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. നമ്മൾ ആലോചിക്കണം. ഒരാൾ ഗുരുവായൂരപ്പ രക്ഷിക്കണേ, കാടാമ്പുഴ അമ്മേ കാക്കണേ എന്ന് പറയുന്നത് എത്രമാത്രം ശിർക്കാണോ? അതേ ശിർക്ക് തന്നെയാണ് ബദരീങ്ങളെ കാക്കണേ, മമ്പുറന്തങ്ങളെ രക്ഷിക്കണേ, അമ്പംകുന്ന് ഔലിയ കാക്കണേ, നാട്ടുകൽ ഔലിയാന്റെ കുഞ്ഞിനെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നത്. അതിൽ സംശയമില്ല. എപ്പോഴും ഇവർ പറയാറുള്ളത് എന്താ? ഇന്നമാ വലിയുകുമുല്ലാഹു വറസൂലുഹു എന്ന് തുടങ്ങുന്ന ആയത്തുണ്ടല്ലോ. ആ ആയത്ത് ഇന്നമാ വലിയുകുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂനസ്സലാ വയുതൂനസ്സകാത വഹും റാകിഊൻ. അത് സൂറത്തുൽ മാഇദയിലെ 55-ാമത്തെ ആയത്താ. നമ്മുടെ സഹോദരിമാരുൾപ്പെടെ ശരിക്കും മനസ്സിലാക്കണം, ഈ ആയത്ത് നോട്ട് ചെയ്യണം. സൂറത്തുൽ മാഇദയിലെ 55-ാമത്തെ ആയത്താണ്. ഇത് പറഞ്ഞുകൊണ്ടാണ് ഷിർക്കിനെ ന്യായീകരിക്കാൻ ഈ ആളുകൾ തയ്യാറാകുന്നത്. എത്രയോ സഹോദരിമാരുണ്ട് സിയാറത്ത് ടൂർ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ മഞ്ഞക്കുളം, അജ്മീർ, നാഗൂർ, ഏറുവാടി ഇവിടേക്കൊക്കെ പോകുക. പള്ളിക്ക് വന്ന് സുജൂദ് ചെയ്യാൻ, നിസ്കരിക്കാൻ, ജുമാക്ക് പങ്കെടുക്കാൻ പെണ്ണുങ്ങൾ പറ്റൂല. ജാറത്തിങ്കിൽ പോകാം, അവിടെ അന്യപുരുഷന്മാരോടൊപ്പം പോകാം, അവിടെ കൂടിക്കലരാം, അതിനൊന്നും പ്രശ്നമില്ല. എല്ലാ ദർഗകളിലും മക്കാം ഷരീഫുകളിലൊക്കെ പോയിട്ട് അവിടെ കിടന്ന് പ്രാർത്ഥിക്കാൻ. അപ്പോൾ അതിനൊക്കെ തെളിവായിട്ട് പറയുന്ന ഒരു ആയത്താണ് എന്ത്? സൂറത്തുൽ മാഇദയുടെ 55-ാമത്തെ ആയത്ത്. ഇന്നമാ വലിയുകുമുല്ലാഹു വറസൂലുഹു, തീർച്ചയായും നിങ്ങളുടെ വലിയ അല്ലാഹും അവന്റെ റസൂലുമാകുന്നു, വല്ലദീന ആമനു, അതുപോലെ ഈമാനുള്ള ആളുകളുമാകുന്നു, അല്ലദീന യുഖീമൂനസ്സലാ വയുതൂനസ്സകാ, നമസ്കാരം നിർവഹിക്കുകയും സകാത്ത് നൽകുകയും ചെയ്യുന്ന, വഹും റാകിഊൻ, അവർ റുകൂ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു ആ അവസ്ഥ പറയണം, ഹാല് പറയണം, റുകൂ ചെയ്യുന്നവരായിട്ടുള്ള. അപ്പോൾ ഈ ആയത്തിൽ എന്താണ് ശരിക്കും പറയുന്നത്? ഇവിടെ വലിയ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വലിയ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കല്യാണത്തിന് നിക്കാഹിന് വലിയ വേണം. അതെന്താണ്? രക്ഷിതാവ്, രക്ഷാകർതൃത്വം കൈകാര്യം ചെയ്യുന്ന ആളെന്നാണ് അർത്ഥം. എന്നാൽ ഇവിടെ വലിയ എന്ന് പറഞ്ഞാലോ മിത്രം,
സ്നേഹമുള്ള ആത്മമിത്രം എന്നൊക്കെ പറയാറില്ലേ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സത്യവിശ്വാസികളുടെ മിത്രം എന്ന് പറയുന്നത് അള്ളാഹുവാണ്, അള്ളാഹുവിൻ്റെ റസൂലാണ്, അതുപോലെ സത്യവിശ്വാസികളുമാണ്. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാകാം? ഈ ആയത്തിന്റെ തൊട്ട് മുമ്പുള്ള ആയത്തുകൾ പഠിക്കണം. അങ്ങനെയാണ് ഒരു ആയത്ത് എങ്ങനെ പഠിക്കുക? അതിന്റെ തൊട്ട് മുമ്പ് എന്ത് പറയുന്നു, ശേഷം എന്ത് പറയുന്നു, അതിന്റെ അവതരണ പശ്ചാത്തലം എന്ത്? സഹോദരങ്ങളെ, മആലിമുത് തൻസീൽ എന്ന് പറയുന്ന ഒരു തഫ്സീർ, ഇമാം ബഗവിയുടെ തഫ്സീർ എന്ന് പറയും. ഹിജ്റ 510 വഫാത്തായിട്ടുള്ള മഹാനായിട്ടുള്ള ഇമാം ബഗവിയുടെ തഫ്സീറിൽ ഈ ആയത്തിന്റെ സബബുൻ നുസൂൽ പറയുന്നുണ്ട്. ഖാല ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറയാണ്, ജാഅ അബ്ദുല്ലാഹി ഇബ്നു സലാം ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുല്ലാഹി ഇബ്നു സലാം എന്ന് പറയുന്ന ആള് അള്ളാഹിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നു. ഫഖാല യാ റസൂലല്ലാഹ്. ഇതിന്റെ അവതരണ പശ്ചാത്തലം ശരിക്കും മനസ്സിലാക്കൂ. അദ്ദേഹം പറയാണ്, അള്ളാഹിന്റെ റസൂലേ, ഇന്ന ഖൗമന ഖുറൈളതു വന്നളീറു ഖദ് ഹജറൂന. ഞങ്ങളുടെ സമൂഹം, ഇവരൊക്കെ ജൂതന്മാരിൽപ്പെട്ട ആളുകളായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ജനത ബനൂ ഖുറൈളക്കാരും ബനൂ നളീറുകാരും ഖദ് ഹജറൂന, ഞങ്ങൾ അവഗണിച്ചു, വഫാറഖൂന, ഞങ്ങൾ വർജിച്ചിരിക്കുന്നു, ഒഴിവാക്കിയിരിക്കുന്നു, വഅഖസമു, അവർ സത്യം ചെയ്തിരിക്കുന്നു, എന്ത്? അല്ലാ യുജാലിസൂന, ഞങ്ങളുടെ കൂടെ ഇരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളോട് ഒരു ആത്മബന്ധം ഇനി മുതൽ ഉണ്ടാവുകയില്ല, നിങ്ങളോട് സ്നേഹബന്ധമില്ല എന്നൊക്കെ അവർ പ്രഖ്യാപിച്ചു എന്നർത്ഥം. ഫനസലത് ഹാദിഹിൽ ആയ, അപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. അതായത് ജൂതന്മാരിൽ നിന്ന് മുസ്ലിമായിട്ടുള്ള ആളുകളോട് ജൂത ഗോത്രങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ കൂടെ നീ ഇരിക്കൂല, നിങ്ങളോട് ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. ഫഖറഅഹ അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി ഈ ആയത്ത് അദ്ദേഹത്തിന് ഓതി കേൾപ്പിച്ചു കൊടുത്തു. ഫഖാൽ, എന്താ ഈ ആയത്തിന്റെ അർത്ഥം? നിങ്ങളുടെ മിത്രം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള അവഗണിക്കുന്ന ആ ജൂതന്മാരല്ല. ആരാ നിങ്ങളുടെ ആത്മമിത്രങ്ങള്? അള്ളാഹുവാൻ, അവന്റെ റസൂലാണ്, സത്യവിശ്വാസികളാണ്, നമസ്കരിക്കുന്ന, സകാത്ത് കൊടുക്കുന്ന, ഭക്തിയുള്ള ആ സത്യവിശ്വാസികളാണ് നിങ്ങളുടെ ആത്മമിത്രങ്ങൾ എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം. മനസ്സിലായല്ലോ? അതിന്റെ അവതരണ പശ്ചാത്തലം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പൊ അദ്ദേഹം പറയാണ്, യാ റസൂലല്ലാഹ് റളീനാ ബില്ലാഹി വബിറസൂലിഹി വബിൽ മുഅ്മിനീന ഔലിയാ. മിത്രങ്ങളായിക്കൊണ്ട് അള്ളാഹുവിനെയും റസൂലിനെയും സത്യവിശ്വാസികളെയും ഞങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇതാണ് ആയത്ത് പഠിപ്പിക്കുന്നത്. അതല്ലാതെ മരണപ്പെട്ടു പോയിട്ടുള്ള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കണം എന്നുള്ളതല്ല. ഇവരങ്ങനെ വ്യാഖ്യാനിക്കുന്നത് നിങ്ങൾക്കറിയോ? ഇവര് കുറച്ച് മുസ്ലിയാക്കന്മാർ പറയുന്നത് ഞങ്ങൾ ഇസ്തിഗാസ നടത്തുക എന്നുള്ളതാണ്. ഇസ്തിഗാസ എന്ന് പറഞ്ഞാലും ദുആ എന്ന് പറഞ്ഞാലും രണ്ടും ഒന്ന് തന്നെയാണ്. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ സഹായ തേട്ടം എന്ന് പറയും. അതായത് സങ്കീർണമായിട്ടുള്ള ഘട്ടങ്ങളിൽ പെട്ടെന്ന് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സഹായ തേട്ടം, അതാണല്ലോ ഇസ്തിഗാസ. ബദറിലെ നിങ്ങൾ നോക്കൂ, ബദർ യുദ്ധം ഉണ്ടല്ലോ, ശത്രുക്കൾ ആയുധ സജ്ജരായിട്ട് മുസ്ലിങ്ങളുടെ തലവെട്ടി മുസ്ലിങ്ങളെ നശിപ്പിക്കാൻ നിൽക്കുകയാണ്. അപ്പൻ നബി സുജൂദ് ചെയ്തു, എന്നിട്ട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഉസാബ, ഈ കൊച്ചു സംഘത്തെ എങ്ങാനും നീ നശിപ്പിച്ചാൽ, അല്ലാഹുവേ ഫലൻ തുഅബദ ഫിൽ അർളി അബദാ, നിന്നെ ആരാധിക്കുന്ന ഒരു ജനത ഇവിടെ ഉണ്ടാവുകയില്ല എന്നൊക്കെ അള്ളാഹിന്റെ റസൂൽ പ്രാർത്ഥിച്ചു. അതിനെ സംബന്ധിച്ചാണ് 8-ാം അധ്യായം സൂറത്തുൽ അൻഫാലിൽ, ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിത്തുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ ചെയ്ത സന്ദർഭം, സഹായം തേടിയ സന്ദർഭം, പ്രാർത്ഥിച്ച സന്ദർഭം മനസ്സിലാക്കണം. അപ്പോ ശത്രുക്കൾ ഇങ്ങനെ നിൽക്കുക നമ്മുടെ തല കൊയ്യാൻ, അപ്പൊ ഇസ്തിഗാസ ചെയ്തുന്ന, അതാണ് അതിനർത്ഥം. അതാരോട് മാത്രമേ പറ്റുള്ളൂ? റബ്ബിനോട് മാത്രം. പക്ഷെ ഇവരോ, നിങ്ങൾ കണ്ടിട്ടില്ലേ ഒരു തങ്ങൾ പ്രാർത്ഥിച്ചത്, മുത്തുനബിയെ ഞങ്ങളെ കാക്കണേ, മുത്തുനബിയെ ഞങ്ങളെ കുട്ടികളെ അസുഖം മാറ്റിത്തരണേ. നബിനെങ്ങനെ വിളിച്ച് ദുആ ചെയ്യാൻ. സുബ്ഹാനല്ലാഹ്, പച്ച ഷിർക്ക്. ഈ ഷിർക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗൗരവം മുസ്ലിം സമുദായം മനസ്സിലാക്കിയിട്ടില്ല. ഷിർക്ക് ചെയ്താലുണ്ടല്ലോ സഹോദരങ്ങളെ, അള്ളാഹിൻ്റെ റസൂൽ എത്ര മഹാനാണ്, അള്ളാഹിൻ്റെ റസൂൽ എത്ര പുണ്യം ചെയ്ത ആളാണ്. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടിട്ടുണ്ടല്ലോ. ആ റസൂലുള്ളയാണല്ലോ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് ആദ്യമായി കാലെടുത്ത് വെക്കുക.
സ്വർഗത്തിലേക്ക് ആരൊക്കെ പ്രവേശിക്കുന്നുവോ അവരെല്ലാവരും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുന്നോടിയായിട്ട് ഹൗലുൽ കൗസർ കുടിക്കുമല്ലോ. ആരാണ് ആ ഹൗലുൽ കൗസർ കൊടുക്കുക? അള്ളാന്റെ റസൂലല്ലേ. അങ്ങനെ എത്രയോ സ്ഥാനങ്ങളുള്ള നമ്മൾ ബാങ്ക് കൊടുത്ത പ്രാർത്ഥിക്കണ്ടല്ലോ, ആതി മുഹമ്മദൻ അൽ വസീലത വൽ ഫളീല. മുഹമ്മദ് നബിക്ക് അല്ലാഹുവേ നീ വസീല ഫളീല എന്നീ സ്ഥാനങ്ങൾ നൽകണമേ നമ്മൾ ദുആ ചെയ്യുന്നില്ലേ. അങ്ങനെയൊക്കെ ഒട്ടേറെ മഹത്വങ്ങളുള്ള അള്ളാന്റെ റസൂല്, ആ റസൂലിനോട് പറയാണ് സൂറത്ത് സുമറിൽ കാണാം, വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹബതുന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നബിയേ, തീർച്ചയായും അങ്ങേക്കും അങ്ങയുടെ മുൻഗാമികൾക്കും നാം ദിവ്യബോധനം നൽകിയിരിക്കുന്നു. എന്താണ്? ലൈൻ അശ്റക്ത, താങ്കളെങ്ങാനും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ ലയഹബതുന്ന അമലുക, അങ്ങയുടെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകും, എന്നിട്ടോ നഷ്ടക്കാരിൽ പെട്ടുപോകുന്ന. അതാണ് ഷിർക്കിന്റെ ഗൗരവം. മുത്ത് നബിയാണെങ്കിലും കഴിഞ്ഞു, ഷിർക്ക് സംഭവിച്ചോ കഴിഞ്ഞു. അങ്ങനെ സംഭവിക്കൂല, അത് വേറെ കാര്യം. എന്നാൽ മറ്റുള്ള ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? പക്ഷേ ഇന്ന് സമൂഹത്തിൽ എവിടെ നോക്കിയാലും ഷിർക്കിന്റെ കാര്യങ്ങളാണ്. അതാണ് ഇൻ തദഉഹും ലാ യസ്മഉ ദുആഅകും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. അല്ലാഹു തആല പഠിപ്പിക്കാൻ, നിങ്ങൾ അവരെ വിളിച്ച് ഇസ്തിഗാസ നടത്തിയാൽ, അവരെ വിളിച്ച് ദുആ ചെയ്താൽ നിങ്ങളെ പ്രാർത്ഥന അവർ കേൾക്കൂല. ഇനി കേൾക്കുമെന്ന് സങ്കല്പിച്ചാലും അവരുത്തരം ചെയ്യൂല എന്ന് മാത്രമല്ല, ഖിയാമത്ത് നാളിൽ നിങ്ങളുടെ ശിർക്ക് അവരെ നിഷേധിക്കുന്ന. അപ്പൊ ആളുകൾ പറഞ്ഞു, ഇത് ബിംബങ്ങളെയും വിഗ്രഹങ്ങളെയും ഒക്കെ വിളിച്ചു തേടുന്നതാണ് എന്ന് ഈ അലവി സഖാഫി കുളത്തൂര് പോലുള്ള മുസ്ലിയാക്കന്മാരൊക്കെ പറഞ്ഞു. പക്ഷേ അങ്ങനെയല്ലല്ലോ. അള്ളാഹ്ക്ക് പുറമെ ഏതൊരു ശക്തിയാകട്ടെ, അത് മലക്കാകട്ടെ, ജിന്നാകട്ടെ, അമ്പിയാക്കളാകട്ടെ, പിശാചാകട്ടെ, ആരോട് തേടിയാലും അത് ശിർക്ക് തന്നെ. കാരണം മഹാനായിട്ടുള്ള ഇമാം ഷംസുദ്ദീൻ അൽ ഖുർത്തുബി ഹിജ്റ 671 വഫാത്തായ മഹാനാണ്. അദ്ദേഹത്തിന്റെ അൽ ജാമിഅ ലി അഹ്കാമിൽ ഖുർആൻ എന്ന് പറയുന്ന തഫ്സീറിൽ കാണാം, ഇൻ തദഊഹും, നിങ്ങൾ അവരോട് ഇസ്തിഗാസ നടത്തിയാൽ, അവരോട് പ്രാർത്ഥിച്ചാൽ എന്ന് പറഞ്ഞാൽ, കൽ മലായികതി, മലക്കുകളോട്, വൽ ജിന്നി, ജിന്നുകളോട്, വൽ അംബിയാഇ, അംബിയാക്കളോട്, വശയാത്തീൻ, പിശാചുക്കളോട്, അവരോടൊക്കെ തേടിയാലും ശിർക്ക് തന്നെ. കല്ലിനോടാണെങ്കിലും മരത്തിനോടാണെങ്കിലും ഏതൊരു ആരാധ്യ വസ്തുവാകട്ടെ, അതിനോട് തേടിയാൽ അത് ശിർക്ക് തന്നെ. അപ്പൊ സഹോദരങ്ങളെ, ഞാൻ സമയദൈർഘ്യം ഭയന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സ്വർഗം വേണോ? കറകളഞ്ഞ തൗഹീദ് വേണം. അതാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നാഥാ, ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു. സൂറത്തുൽ ജിന്ന് അതിന്റെ 20-ാമത്തെ വചനം, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. പറയുക പ്രവാചകരെ, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ, അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കുകയില്ല. എത്ര പണം തന്നാലും, എന്ത് തന്നാലും, എന്തധികാരം തന്നാലും ശരി, തൗഹീദിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച പാടില്ല പ്രിയമുള്ളവരെ. അങ്ങനെ ആ തൗഹീദ് മുറുകെ പിടിച്ച് മുന്നോട്ട് പോയാലേ നമുക്ക് ഈമാനോടുകൂടി മരിക്കാൻ കഴിയുള്ളൂ, എന്നാലേ സ്വർഗം കിട്ടൂ എന്ന് മനസ്സിലാക്കുക. ആ രൂപത്തിൽ മുന്നോട്ട് പോകുക. ഒട്ടനവധി കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ നാട്ടിലെ ഈ മുസ്ലിയാക്കന്മാർ എന്തെല്ലാം കള്ളക്കറാമത്തുകളാ പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഇ കെ അസ് മുസ്ലിയാർ എന്ന് പറഞ്ഞിട്ടുള്ള ഇ കെ അബൂബക്കർ മുസ്ലിയാർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹം മരിച്ചു. അങ്ങനെ കബറടക്കിയപ്പോൾ ചോദ്യം ചെയ്യാൻ മുൻകറും നക്കീറും വന്നു എന്നാണ്. മുൻകറും നക്കീറും വന്നപ്പോൾ അദ്ദേഹം എന്ത് പറഞ്ഞു അറിയുമോ? അന മുതഹർ, ഞാൻ
എല്ലാതൊന്നും ശുദ്ധീകരിക്കപ്പെട്ടവനാണ്, എന്നോട് ചോദ്യം പാടില്ല. മലക്കുകൾക്ക് പോലും അത് അറിയാതെ അത് വന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ മുത്തഹർ എന്ന് പറഞ്ഞിട്ട് ഏതാണ്, ഞാൻ ശുദ്ധീകരിക്കപ്പെട്ടവനാണ്, ഞാൻ പാപം ചെയ്യാത്തവനാണ്, അതുകൊണ്ട് എന്നോട് ചോദ്യമില്ല എന്ന് പറഞ്ഞിട്ട് ആ മലക്കുകളെ തിരിച്ചയച്ചു എന്ന് പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് തൃപ്പനച്ച് ഒരു മുഹമ്മദ് മുസ്ലിയാരുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞതായിട്ട് ഇത് പരസ്യമായിട്ട് ഈ മുസ്ലിയാക്കന്മാർ പറയുകയാണ്. കള്ളക്കറാമത്തുകൾ CM മടവൂരിനെ കുറിച്ചൊക്കെ എന്തെല്ലാമാണ് പറയുന്നത്, സുബ്ഹാനല്ലാഹ്, എന്തെല്ലാമാണ് പറയുന്നത്. ഞാനത് ആവർത്തിക്കുന്നില്ല, നിങ്ങൾ പലതും കണ്ടു കാണും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പിന്നെ വ്യാപകമായിട്ട് അന്ധവിശ്വാസങ്ങൾ, ഇവിടുത്തെ വിവരവും വിദ്യാഭ്യാസമുള്ള മുസ്ലിങ്ങൾ, ഈ മുസ്ലിയാക്കന്മാരുടെ ഇതുപോലുള്ള കള്ളക്കറാമത്തുകൾ കേട്ടാൽ എത്ര വിഡ്ഢികളുടെ വിവരദോഷികളുടെ മതമാണോ ഇസ്ലാം എന്ന് ചിന്തിച്ചു പോകും. സത്യത്തിൽ ഈ മുസ്ലിയാക്കന്മാർ ഇങ്ങനെയുള്ള കറാമത്തുകൾ പറയുമ്പോൾ ഇസ്ലാമിൻ്റെ മനോഹരമായ മുഖത്ത് ചെളിവാരി എറിയാണ് ഇവർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മളൊക്കെ എന്ത് ചെയ്യണം, കിട്ടുന്ന അവസരത്തിലൊക്കെ ഈ അന്ധവിശ്വാസങ്ങൾക്കെതിരെ പിന്നെ സംസാരിക്കണം, ലേഖനങ്ങൾ കൊടുക്കണം, അതുപോലെ പ്രഭാഷണങ്ങൾ കൊടുക്കണം, തൗഹീദിന് വേണ്ടി ജീവിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമുക്ക് ആവശ്യമായിട്ടുള്ള മഴ അല്ലാഹു തആല വർഷിപ്പിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. ഫലസ്തീനിലുള്ള പാവപ്പെട്ട സമൂഹത്തെ അല്ലാഹു തആല അവർക്ക് കാരുണ്യവും രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا يا أرحم الراحمين. صلى الله وسلم على نبينا محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.